ഡേക്യുവിൻ്റെ ലക്കി ഭാസ്കർ ഉൾപ്പെടെ അനേകം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 11ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചരിത്രം തീർത്ത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ 10 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ട ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിൽ പറയുന്നത് ചിത്രം 10 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് 1292 കോടി രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 2024 സിനിമയായി തീരാനും പുഷ്പ 2 എന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ സാധിച്ചു. അതുപോലെ ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ കൊണ്ട് മാത്രം ചിത്രത്തിന് ഇതിനോടകം തന്നെ 500 കോടിയിലേക്ക് എത്തപ്പെടാനും സാധിച്ചു. 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച മാത്രം ചിത്രത്തിന് വേൾഡ് വൈഡ് നിന്നും 100 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടാൻ സാധിച്ചു. 10ാമത്തെ ദിവസം നല്ല ഒരു കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഉറപ്പാക്കിയിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ചിത്രം അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് 1292 കോടി നേടി എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിൽ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് 1400 കോടിയോളം രൂപ വേൾഡ് വൈഡ് എന്ന ചിത്രം എത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സിനിമയായ ബറോസ് തിയേറ്ററിൽ എത്താൻ ഇനി വെറും 9 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊരു ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അതോടൊപ്പം തന്നെ 3D ആണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ ആശീർവാദ് സിനിമാസ് ആണ് ഈ ഒരു ചിത്രം വിതരണം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ MSM മൂവി ട്രേഡേഴ്സ്, ആന്ധ്രാപ്രദേശിൽ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു ചിത്രം വിതരണം ചെയ്യുന്നത്. പുഷ്പ 2 മൂവി അവരായിരുന്നു നിർമ്മിച്ചിരുന്നത്. കർണാടകയിൽ PVR ഇനോക്സ് ടീം വിതരണം ചെയ്യുമ്പോൾ ഹിന്ദി വേർഷൻ വിതരണം ചെയ്യുന്നത് പെൻ സ്റ്റുഡിയോസ് ആണ്. അങ്ങനെ അതർ ലാംഗ്വേജിലും നല്ല രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തന്നെയാണ് ബറോസ് ടീമിന് കിട്ടിയിരിക്കുന്നത്. ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വൈസ് എല്ലാം നോക്കുന്ന സമയത്ത് വലിയ സിനിമ, എന്നാൽ ഇതുവരെ തിയേറ്ററിലെത്തിയ ലാലേട്ടൻ സിനിമകൾക്ക് കിട്ടിയ രീതിയിലുള്ള ഒരു ഹൈപ്പോ കാര്യങ്ങളൊന്നും ബറോസ് എന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രത്തിന്റെ അണിയറ ടീം ഹൈപ്പോ കാര്യങ്ങളെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രൊമോഷൻ കണ്ടന്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കർ തിയേറ്ററിൽ എത്തിയിട്ട് ഏകദേശം 50 ദിവസങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രം OTTയിൽ റിലീസായിട്ട് 20 ദിവസങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിൽ ഈ ഒരു ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച എങ്ങനെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോ ആപ്പിൽ കയറി നോക്കി. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 7:10 ഷോയുടെ ബുക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ന് ഞായറാഴ്ച ചെന്നൈയിൽ അഥവാ തമിഴ്നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോവാതെ ഇപ്പോൾ ഫോണിൽ തന്നെ ഇരുന്ന് ഏത് ലാംഗ്വേജിലാണോ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പോലും തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡബ്ബിംഗ് പതിപ്പ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളെയും ചിത്രത്തിന് ചെന്നൈയിൽ മാത്രം 20ഓളം ഷോകൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമ ഇനിയും ഒട്ടനവധി നാൾ OTTയിൽ റിലീസായിട്ടും സിനിമ തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് തിയേറ്റർ സ്റ്റാറ്റസിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഓക്കെ, ബൈ.